അധികം എതിരാളികൾ അതിൽ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഫോട്ടോ ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ തന്നെ റിപ്പോർട്ട് അനുസരിച്ച് ആണ് പറയുകയാണെന്നുണ്ടെങ്കിൽ ആ കുറ്റപത്രത്തിൻ്റെ പൂർത്തീകരണത്തിനോ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യത്തിനോ ഒക്കെ ആയി ജസ്റ്റ് ഒരു പിന്നെ വെരിഫിക്കേഷൻ എന്ന മട്ടേ കണ്ടിട്ട് തോന്നുള്ളൂ. അദ്ദേഹം മന്ത്രിയായിരുന്നില്ല, അവിടെ ഒരു ഉത്തരവാദിത്വം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിളിച്ച് അതെന്തുകൊണ്ട് എപ്പോൾ എന്താ സന്ദർഭം എന്നൊക്കെ ചോദിക്കുക. അതിൽ അധികം എതിരാളികൾ അതിൽ പ്രതീക്ഷ വെച്ചിട്ട് കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സ്വർണ്ണക്കള്ള കേസിൽ കോൺഗ്രസിനൊപ്പമല്ല മറ്റ് ഘടകകക്ഷികൾ എന്നുള്ള ആരോപണമാണ് പി രാജീവ് ഉന്നയിക്കുന്നത്. അല്ല, ഞങ്ങളെല്ലാവരും നിയമസഭയിൽ ഒറ്റ അഭിപ്രായം തന്നെയല്ലേ പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് അത് പറയുക? ശബരിമലയിൽ ഉണ്ടായ സ്വർണ്ണക്കൊള്ളയെ അങ്ങേയറ്റം മോശമായ ഒരു പ്രവൃത്തിയായിട്ട് തന്നെയാണ് അതിനിപ്പോൾ ഇത്ര കക്ഷി നോക്കാനുണ്ടോ? കക്ഷി നോക്കണ്ട. നിഷ്പക്ഷരായ ആളുകൾക്കും അഭിപ്രായം അത് തന്നെയാണ്. എല്ലാവർക്കും അഭിപ്രായം ഒറ്റ ഒന്ന് തന്നെയാണ്. അത് മോശമായിപ്പോയി. തീരെ മോശമായ ഒരു പണിയാണ് ചെയ്തതെന്നുള്ള കാര്യത്തിൽ ആർക്കും യാതൊരു സംശയമില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി വിഷയത്തിൽ വീണ്ടും പ്രതിപക്ഷ നേതാവ് അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്ത് ഏതാണ്ട് ഒരു വായി പോയ ഒരു കത്തിയായി മാറി. ഇനി അതുകൊണ്ട് നടക്കണം.